ജനാധിപത്യത്തിൽ അന്ധമായ കീഴടങ്ങലുകൾക്ക് ഇടമില്ല. വിയോജിക്കാനുള്ള അവകാശമാണ് മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ 4ാം തൂണായി നിർമ്മിച്ചതും. ഭരണഘടനാ വകുപ്പ് 19(1)(a) പ്രകാരം വിയോജിക്കാനുള്ള അവകാശവും അതിന്റെ അലംഘ്യതയും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭരണഘടനാപരമായ സുരക്ഷാ കവചങ്ങൾ നിലനിൽക്കുമ്പോഴും വിയോജിക്കാനുള്ള അവകാശം BJP ഭരണത്തിൽ വിനിയോഗിക്കുന്നത് കടുത്ത വെല്ലുവിളിയാണ്. UAPA പോലുള്ള കരിനിയമങ്ങളിലൂടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും തങ്ങളുടെ നയങ്ങളെ എതിർക്കുന്നവരെയും ചെയ്തികൾക്കെതിരെ പോരാടുന്നവരെയും ഭരണകൂടം വേട്ടയാടുന്നു. വിയോജിപ്പുകളെ തുടർന്ന് വിചാരണ തടവുകാരായി തുറുങ്കിലടച്ചവർക്ക് നീതി നിഷേധിക്കുന്നു. മൗലിക അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശത്തെക്കുറിച്ച് മുംബൈ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം സവിശേഷമായ പ്രാധാന്യം കൈവരിക്കുന്നത് ഇത്തരം പശ്ചാത്തലത്തിലാണ്. വിദ്യാർത്ഥികളും യുവാക്കളും പൊരിയുന്ന വെയിലത്ത് തുറസായ സ്ഥലത്ത് ധർണയിരിക്കുന്നതും നിരാഹാര സമരങ്ങളും തുടങ്ങി പ്രതിഷേധം ഏത് രൂപത്തിലാകട്ടെ ഒന്നിനെയും അംഗീകരിക്കാൻ കേന്ദ്രത്തിനാകുന്നില്ല. ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നതിനെ പോലും പ്രകോപനപരമായാണ് കേന്ദ്രം കണക്കാക്കുന്നത്. പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ ആക്രമിക്കപ്പെടുന്നു. ജനസേവനത്തിനായി നിയോഗിക്കപ്പെട്ട പോലീസ് ഭരണകൂട നിലപാടുകളിൽ അതൃപ്തരായ ജനക്കൂട്ടത്തെ ക്രൂരമായി അടിച്ചമർത്തുന്നു. സർക്കാരിന്റെ ഏത് തീരുമാനത്തോടും പ്രതിഷേധിക്കാൻ പൗരന്മാർക്ക് പൂർണ്ണ അവകാശമുണ്ട്. അത് നിഷേധിക്കപ്പെട്ടാൽ ജനാധിപത്യത്തിന്റെ ആകെ തുകയാണ് നഷ്ടപ്പെടുക. പ്രതിഷേധിക്കാൻ അവകാശങ്ങളില്ലാത്ത രാജ്യത്തെ പൗരന്മാർ ജനാധിപത്യത്തിന്റെ നിർജീവ സാക്ഷികളാണ്. തങ്ങൾക്കെതിരായ പോലീസ് നടപടിയെയും ഭരണകൂട നിലപാടുകളെയും എതിർത്തതിന് പൗരന്മാർക്കെതിരെ കേസുകൾ ചുമത്തിയതിനെതിരെ പ്രതികരിച്ച മുംബൈ ഹൈക്കോടതി ആളുകളെ വ്യവസ്ഥിതിയുടെ അടിമകളാകാൻ തള്ളിവിടുകയാണെന്ന് നിരീക്ഷിച്ചു. സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് മാധവ് ജംദാർ ഭരണഘടനാപരമായ പാത പിന്തുടരുന്ന നീതിന്യായ വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ കാവലാണെന്ന് ചൂണ്ടിക്കാട്ടി. പൊതുവായ ആശയവിനിമയ വേദികൾ ചുരുങ്ങുകയും ധ്രുവീകരണം ശക്തമാകുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച ജസ്റ്റിസ് ജംദാറിന്റെ നിലപാട് അംഗീകരിക്കണം. എതിർപ്പുകളെ ഭരണകൂടം ക്രിമിനൽവൽക്കരിക്കുകയാണ്. എതിരാളികളെ കുറ്റവാളികളായി മുദ്രകുത്തുന്നു. എതിരാളികളെ അടിച്ചമർത്തുന്നതിലൂടെ അവർക്കെതിരെ അവിശ്വാസം സൃഷ്ടിക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ സ്ഥാപനങ്ങൾ തന്നെ ജനാധിപത്യ ഇടങ്ങളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. കേസിലെ ഹർജിക്കാരൻ SDPI ജനറൽ സെക്രട്ടറി സയ്യിദ് അഹമ്മദ് അബ്ദുൾ വാഹിദ് ചൗധരി ആയിരുന്നു. തങ്ങൾക്കെതിരെ ഭരണകൂടം അസാധാരണമായ നടപടികൾ സ്വീകരിക്കുന്നു, തങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു, അവർ കോടതിയിൽ പറഞ്ഞു. ഈ നടപടികളെല്ലാം ജനങ്ങളെ സർക്കാരിന്റെ അടിമകളാക്കാനാണോ എന്ന് പോലീസിനോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസ് ജാംദാർ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചത് അധികാരത്തിന് മുന്നിൽ തലകുനിക്കുന്ന സ്ഥാപനങ്ങളെയാണ്. ജസ്റ്റിസ് ജാംദാറിന്റെ ഉത്തരവ് വ്യവസ്ഥിതിയിലെ വിള്ളലുകൾ തുറന്നുകാട്ടി. അതിന്റെ പ്രതിധ്വനികൾ ഈ സംവിധാനത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവ് വ്യവസ്ഥിതിയിൽ വലിയ വാതിൽ തുറന്നിരിക്കുന്നു. ഭരണകൂടം അതിനെ വെല്ലുവിളിക്കാൻ മുതിരരുത്. ഇത് ആത്മപരിശോധനയുടെ നിമിഷമാണ്. ഹർജിക്കാരൻ മുൻകാലങ്ങളിൽ നടത്തിയ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR-കളുടെ അടിസ്ഥാനത്തിൽ മുംബൈ പോലീസ് എന്തിനാണ് നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ജസ്റ്റിസ് ജാംദാർ ആരാഞ്ഞു. സമീപകാല പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസും ഹർജിക്കാരന്റെ വാദവും പരാമർശിച്ചുകൊണ്ട് പൗരന്മാർക്ക് പ്രതിഷേധിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ കഴിയില്ലെന്ന് കോടതി ചോദിച്ചു. പ്രതിഷേധിക്കുക എന്നത് പൗരന്മാരുടെ അവകാശമാണ്. BJP സർക്കാർ മൂർദാബാദ്, അമിത് ഷാ മൂർദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? ഇത്തരം മുദ്രാവാക്യങ്ങൾക്ക് എന്തിനാണ് നാടുകടത്തൽ ഉത്തരവുകൾ? ജസ്റ്റിസ് ജാംദാറുടെ ചോദ്യങ്ങളിൽ പോലീസിന് ഉത്തരം മുട്ടി. പോലീസ് പൊതുജനങ്ങളുടെ സേവകരാണെന്നും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവകരല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ 2025 ഡിസംബർ 3 നാടുകടത്തൽ ഉത്തരവിനെയാണ് ഹർജിക്കാരൻ ചോദ്യം ചെയ്തത്. 2019-നും 2024-നും ഇടയിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത ഒന്നിലധികം FIR-കളുടെ അടിസ്ഥാനത്തിൽ 2025 ഒക്ടോബറിൽ ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസോടെയാണ് നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചതെന്ന് ചൗധരിയുടെ ഹർജിയിൽ പറയുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തന്നെ മാറ്റി നിർത്താനാണ് ഈ നടപടിയെന്നും ഇത് നിയമപരമായ ജനാധിപത്യ വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ബാബറി മസ്ജിദ് വിഷയം, ഗ്യാൻവാപ്പി മസ്ജിദ് സീൽ ചെയ്ത സംഭവം എന്നിവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതോ പങ്കെടുത്തതോ ആയ പ്രതിഷേധങ്ങളുടെ പേരിലാണ് എല്ലാ FIR-കളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകർ വ്യക്തമാക്കി. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവസരം പോലും നൽകാതെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനോ പങ്കെടുത്തതിനോ മാത്രമാണ് ചൗധരിയെ നാടുകടത്തിയതെന്നും അതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടി റദ്ദാക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. തന്റെ ഉത്തരവിൽ മുംബൈ പോലീസിന്റെ നടപടിയെ ദോഷകരമായതും ദുരുദ്ദേശപരമായതുമെന്നാണ് ജസ്റ്റിസ് ജാംദാർ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ 19, 21 അനുച്ഛേദങ്ങൾ അനുസരിച്ച് പൗരന്മാർക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും അന്തസ്സോടെ ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് നിരീക്ഷിച്ചു. ഹർജിക്കാരന്റെ നീക്കങ്ങളോ പ്രവർത്തനങ്ങളോ
പ്രവൃത്തികളോ ഏതെങ്കിലും വ്യക്തിക്കോ സ്വത്തിനോ ഭീതിയോ അപകടമോ ഉപദ്രവമോ ഉണ്ടാക്കുന്നതാണെന്നോ അല്ലെങ്കിൽ അതിനായി ഉദ്ദേശിച്ചുള്ളതാണെന്നോ കാണിക്കുന്ന യാതൊരു തെളിവുകളും ഫയലിലില്ലെന്നും ജസ്റ്റിസ് ജാംദാർ അടിവരയിട്ടു. കഴിഞ്ഞകാല സുപ്രീം കോടതി ഹൈക്കോടതി വിധികളെ മുൻനിർത്തി നാടുകടത്തൽ നടപടി റദ്ദാക്കി ബെഞ്ച് വ്യക്തമാക്കി. ഇന്ത്യൻ സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ എതിർത്തതിന്റെ പേരിൽ മാത്രം ഹർജിക്കാരനെ നാടുകടത്താൻ എതിർകക്ഷിയായ മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിച്ച നടപടി ഹർജിക്കാരന്റെ ഭരണഘടനാപരമായ പ്രകടന സ്വാതന്ത്ര്യത്തെയും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയും ഹനിക്കുന്നതാണ്.